ആലങ്കോട് ഗ്രാമപഞ്ചായത്തും ആലങ്കോട് കുടുംബാരോഗ്യ കേന്ദ്രവും സംയുക്തമായി അരികെ ഞാനുമുണ്ട് പരിചരണത്തിന് എന്ന തലക്കെട്ടിൽ പാലിയേറ്റീവ് കുടുംബസംഗമവും കലാവിരുന്നും സംഘടിപ്പിച്ചു. വളയംകുളം KVM ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് KV ഷഹീർ ഉദ്ഘാടനം ചെയ്തു. പാലറ്റീവിൻ്റെ ആൾക്കാരെ ഓർപ്പിക്കേണ്ട ആവശ്യമില്ല. അവർക്ക് എന്തും അറിയാം പാലറ്റീവിനും അവർക്ക് എന്താ ചെയ്യുന്നത് ആൾക്കാർ. പക്ഷെ പുറമുള്ള ജനങ്ങൾക്ക് ചിലപ്പോൾ പാലറ്റീവ് ചിലപ്പോൾ അവരൊന്നും ചിലപ്പോൾ അനുഭവിക്കണ്ടാവില്ല. ഇതിൻ്റെ ഉള്ളിൽ പല ആൾക്കാർക്കും പല ബുദ്ധിമുട്ടുകളുണ്ടാവും. പാലറ്റീവ് എന്ന് വെച്ചാൽ പൊതുവെ വീട്ടിൽ എന്ന് വെച്ചാൽ അവരെ നോക്കാൻ പ്രാപ്തിയില്ലാത്ത പ്രശ്നങ്ങൾ വേറെ എന്തെങ്കിലും ആയിരിക്കാം. അങ്ങനെ വരുമ്പോൾ പാലറ്റീവിൻ്റെ ആൾക്കാർ വന്നെന്തെങ്കിലും അവരെ കെയർ ചെയ്ത് സ്വന്തം. ഇപ്പോൾ നമ്മുടെ പഞ്ചായത്തിൽ ഒരു പാലറ്റീവ് ആണുള്ളത്. രണ്ടാമതൊരു യൂണിറ്റ് വെച്ചു. പക്ഷേ അത് എടുക്കാനല്ല അതിൻ്റെ ആ കോഴ്സ് കഴിഞ്ഞ ആൾക്കാരെ നമ്മൾ ഭാഗത്ത് വേണ്ടിയിരുന്നു. അതാണ് ഏറ്റവും വലിയ സംഭവം. ഇൻ്റർവ്യൂ വെച്ച് ഒരു കുട്ടീനെ ഒരാളെ തിരികെ തന്നെ കിട്ടുന്ന ആ അവസ്ഥ. ഇനി വീണ്ടും അടുത്ത വർഷം പോയിട്ട് വെക്കുന്നുണ്ട്. നമുക്ക് പാലറ്റീവ് സെക്ഷൻ കൂട്ടി കഴിഞ്ഞാൽ ഒന്നും കൂടെ നമുക്ക് എന്ത് ചെയ്യാം, സുതാര്യമായി നമുക്ക് ഒന്നും കൂടെ എന്ത് ചെയ്യാം, ജനങ്ങളെ കൂടുതലെടുക്കാം. നമുക്ക് ഏകദേശം 300ഓളം രോഗികളുണ്ട്, കിടപ്പ് രോഗികളുണ്ട്. ഇപ്പോൾ ഇവിടെ കിടപ്പ് രോഗികൾ അധ്യാപകരൊന്നുമില്ല. പിന്നെ നിങ്ങളെല്ലാവരും പലരും പല അസുഖങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിച്ചു കഴിക്കാറുണ്ട്. നമുക്കറിയാം ഒരു കിടപ്പ് രോഗിയുടെ അവസ്ഥ എന്നതിന് ഏറ്റവും കൂടുതൽ ആക്കാൻ വേണ്ടിയിട്ടുണ്ട്. അതുപോലെ ആ സാഹചര്യം തരണം ചെയ്ത് വന്നപ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമുക്ക് നിശേഷകാലോത്സവം നടത്തും. അപ്പോൾ നമ്മൾ വെറും വീടിൻ്റെ ഉള്ളിൽ ഒതുങ്ങിക്കൂടേണ്ട ആൾക്കാരല്ല. ഇപ്പോൾ ലോകവുമായി ബന്ധപ്പെട്ട് എല്ലാവരെയും കണ്ട് സന്തോഷങ്ങൾ പങ്കിടുന്ന ദിവസമാണെന്നുള്ളതുകൊണ്ടാണ് ഈ അരികെ എന്നൊരു പ്രോഗ്രാം. നമ്മൾ അരികെ എന്നുള്ള ഞാനും കൂടെ നിങ്ങളുടെ കൂടെ എന്നുള്ള ഒരു പരിപാടി. എന്തായാലും വരും വർഷങ്ങളിൽ പാലിയേറ്റീവ് എത്രത്തോളം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കുന്നു അതിനുള്ള ഫണ്ടുകൾ പഞ്ചായത്ത് വെക്കാൻ തയ്യാറാണ്. അപ്പോൾ അതിലിപ്പോൾ പല ആളുകളും ഈ പല മുറികളും വന്നിട്ട് കെട്ടിൻ്റെ അവസ്ഥ തുണിക്ക് മരുന്ന് കിട്ടാത്ത അവസ്ഥ. ഇനി അടുത്ത വർഷം പ്രത്യേകിച്ച് പറയുകയും ചെയ്താൽ അതിലൊരു ബുദ്ധിമുട്ട്. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CK പ്രകാശൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ആരിഫ നാസർ മുഖ്യ അതിഥിയായിരുന്നു. ബ്ലോക്ക് മെമ്പർമാരായ രാമദാസ് മാസ്റ്റർ, റീസ പ്രകാശ്, പഞ്ചായത്ത് മെമ്പർമാരായ മുഹമ്മദ് ഷെരീഫ്, ഷഹന നാസർ, ചന്ദ്രമതി, മൈമുന ഫാറൂഖ്, ശശി പൂക്കേപ്പുറത്ത്, അബ്ദുസലാം, തസ്നീം അബ്ദുൽ ബഷീർ, ഹക്കീം പെരുമുക്ക്, നിംന, വിനീത, മെഡിക്കൽ ഓഫീസർ അനുപമ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. വിവിധ കലാപരിപാടികളും അരങ്ങേറി. പാലിയേറ്റീവ് നഴ്സ് മാലതിയെ ചടങ്ങിൽ ആദരിച്ചു.